നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ പങ്കുവച്ച ലേഖനം ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നുണ്ട്. ഈ ലേഖനത്തിൽ നിശിതമായ വിമർശനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത് എങ്കിൽ പോലും അവസാനത്തോടടുക്കുമ്പോൾ പാകിസ്ഥാന്റെ ഒരു വലിയ ആശങ്ക കൂടി ആ ലേഖനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പാകിസ്ഥാന്റെ ചില പ്രദേശങ്ങൾ ഉടൻ തന്നെ ഇന്ത്യ പിടിച്ചെടുത്തേക്കാം. രാമക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ അതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനുള്ള സൂചനയാണ് എന്നുകൂടി പാകിസ്ഥാൻ കരുതുന്നുണ്ട്. അത്തരത്തിൽ അവർക്കൊരു ആശങ്ക തോന്നാൻ വ്യക്തമായ കാരണവുമുണ്ട്. നമുക്കറിയാം, ആത്മീയത ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ്. ഭാരതത്തിലേക്ക് എത്തുന്ന പല വിനോദസഞ്ചാരികളും ഇവിടെയുള്ള പ്രകൃതി ഭംഗി മാത്രം കണ്ട് ആസ്വദിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരം മാത്രം കണ്ടു പോകാൻ വരുന്നവരല്ല, മറിച്ച് ഇവിടുത്തെ ആത്മീയതയിൽ ആകൃഷ്ടരായി പല ആളുകളും ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കാറ് പോലുമുണ്ട്. അങ്ങനെ ആത്മീയത ഒരു ഹിന്ദുത്വവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല ഭാരതത്തെ സംബന്ധിച്ച്, മറിച്ച് അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ ആരാധനാലയങ്ങൾ അതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനോടകം തന്നെ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും അതിനോടൊപ്പം അയോധ്യയിലെ രാമക്ഷേത്രവും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലൂടെ അയോധ്യ സന്ദർശിക്കുന്നവർ കാശിയിലേക്കും കാശിയിൽ വരുന്നവർ അയോധ്യയിലേക്കും ഒക്കെ പോകാൻ തക്കതായ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം, മറിച്ച് വാരണാസിയും അയോധ്യയും അതിനോടൊപ്പം ശാരദാ പീഠവും അതിൻ്റെ ഒപ്പം തന്നെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും നേപ്പാളിലെ ജനക്പൂരിലേക്കുമൊക്കെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക, അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം കൂടി കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതിൽ നേപ്പാളിലെ ജനക്പൂർ സീതാദേവിയുടെ ജന്മഗൃഹമായ ആ സ്ഥലം കൂടി ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ നേപ്പാളിന് വലിയ അസ്വസ്ഥതയൊന്നുമില്ല. കാരണം അതൊരു ടൂറിസത്തിന്റെ ഭാഗമാണ് എന്നും തങ്ങൾക്കും അത് വലിയ ഗുണമായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നും വ്യക്തമായി നേപ്പാളിനറിയാം. ഇത് തന്നെയാണ് ശ്രീലങ്കയിലും ഉള്ളത്. കാരണം ശ്രീലങ്കയിലെ ചില സ്ഥലങ്ങളും നമ്മുടെ രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൂറിസം പ്രോത്സാഹിപ്പിക്കുക വഴി എല്ലാ രാജ്യങ്ങൾക്കും നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പാകിസ്ഥാന് ഇതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ശാരദാ പീഠം തന്നെയാണ്. ഈ ശാരദാ പീഠം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലാണ് എന്ന് നമുക്കറിയാം. അവിടെ പലപ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥലം ഇന്ത്യയുടേതാണ് അല്ലെങ്കിൽ ക്ഷേത്രം ഇന്ത്യയുടേതാണ്. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അവിടെ പൂജ പോലും നടന്ന കാര്യം സമീപകാലത്ത് വാർത്തയായിരുന്നു. ഇങ്ങനെ ഈ ശാരദാ പീഠത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഇന്ത്യ ഉടൻ തന്നെ ഒരു കയ്യേറ്റം നടത്തും, അല്ലെങ്കിൽ ഇന്ത്യ അത് വീണ്ടെടുക്കുമെന്നുള്ള വലിയ ആശങ്ക ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ആശങ്ക ഇവർ ഈ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ശാരദാ പീഠത്തിന് അരികെയുള്ള തീർത്ഥജലം അത് അയോധ്യയിലേക്ക് ആവശ്യമായിരുന്നു. ആ ഒരു കാര്യം എത്തിച്ചു കൊടുത്തതാവട്ടെ ഒരു മുസ്ലിം ആയിരുന്നു. അദ്ദേഹം അത് ബ്രിട്ടനിലേക്ക് അയച്ച ശേഷം അവിടെ നിന്നുമാണ് തിരികെ അയോധ്യയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയ സർക്യൂട്ട് ഇന്ത്യ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് പാകിസ്ഥാന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു വലിയ ആശങ്ക ഉന്നയിച്ചിരിക്കുന്നതും. നമുക്കറിയാം, ഈ ശാരദാ പീഠം ഇരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളൊക്കെയും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഭാഗമാണ് എന്ന് ഇന്ത്യ നിരന്തരമായി പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അധിനിവേശ പ്രദേശത്ത് നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രതിനിധികൾ എത്തുമെന്നുള്ള ഉറപ്പ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തുമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പാക് അധീന പ്രദേശത്തു നിന്നുമുള്ള പ്രതിനിധികൾ പാർലമെന്റിലേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് പിന്നിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് പക്ഷേ BJPയുടെ മാത്രം രാഷ്ട്രീയമല്ല, മറിച്ച് നമ്മുടെ ദേശീയതയെ ഒന്നിച്ചു നിർത്തുന്ന രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിനെതിരെ പോലും പാകിസ്ഥാന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ലേഖനത്തിൽ പാകിസ്ഥാനിലേക്കും ഇന്ത്യ കടന്നു കയറിയേക്കാം എന്നുള്ള ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.